ഒരു ലോട്ടറി തരിക, അടിക്കണതേ. അടിക്കണ ലോട്ടറി? കഴിഞ്ഞ ആഴ്ച ഒരു 5000 അടിച്ചാണല്ലോ. അതടിച്ച് തീർത്തു. എത്രയായിട്ടാ? 50. ഇതെവിടെ പോയതാ? ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്താ സംഭവം? ഞാനിന്ന് കല്യാണിനെ കണ്ടു. എവിടെ വെച്ച്? കല്യാണിയുടെ ഷോപ്പിൽ പോയി. എന്നിട്ട് ഞാൻ ആ ചെയിൻ തിരിച്ചു കൊടുത്തു. ഓ, അതിനാണ് ഇത്ര വലിയ സന്തോഷം. അതല്ലടാ, കല്യാണിക്ക് ഒരുപാട് സന്തോഷമായി. ഒത്തിരി സംസാരിച്ചു എന്നോട്. അവള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവളോട് സംസാരിച്ചപ്പോ എനിക്കും എന്തോ എനർജി കിട്ടിയ പോലെ. നിനക്കിപ്പോ കല്യാണിനെ കിട്ടിയപ്പോ ഞങ്ങളെയൊന്നും വേണ്ടല്ലോ. ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ നിനക്ക് എന്നെ വിളിക്കായിരുന്നില്ലേ? അല്ലെങ്കിലും ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ ആരെങ്കിലും നിന്നെ വിളിക്കൂ? കണ്ണ് ഞാൻ കുത്തി പിടിക്കട്ടോ. അല്ല, പിന്നെ എന്തൊക്കെ പറഞ്ഞു? കോഫി കുടിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് കുടിച്ചാ? പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞു. അതെന്തിനാ? അതാവുമ്പോ ഒരു തവണ കൂടി കാണാലോ. എന്റെ ദേവാ, ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. നീ അവളെ ഓർത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞു നടക്കണ വെറുതെയാണ്. എടാ, എനിക്ക് അവളെ ഇഷ്ടമാണെന്നല്ലേ ഉള്ളൂ. കെട്ടണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നോണ്ടല്ലേ. പോടാ, നിനക്ക് അസൂയ. പിന്നെ അസൂയ. രക്ഷപ്പെട്ടടാ. പിന്നെ രക്ഷപ്പെടണമെന്നെങ്കിൽ ഞാൻ മരിക്കണം. എന്നാലേ ഈ മരിച്ചത് കൂട്ടിക്കോ. എടാ, ബംഗാളി നാട്ടിൽ പോവാ, എനക്ക് മരുന്ന് വേണ്ടേ? വന്ന് കേറ്. ദേവാ, പോരാട്ടാ. ഫ്രഷ് രൂപങ്ങളിലൂടെ കാറ്റടിക്കുന്നത്. ഭയങ്കര ചാടയല്ലോ. നിനക്ക് മരുന്ന് വെച്ചല്ലോ ഓന്റെ മെയിൻ പണി. ഓന്റെ മെയിൻ പണി ഇതാണ്. അത് കഴിച്ചിട്ടേ വരുള്ളൂ. അതെ, വരുന്നുണ്ട്. ആർക്കാ സട്ട പെർസണോ? എനിക്കാ. മറന്നു ഞാൻ തരാം. ഇന്ന് പൈസ തന്നാ ലീവിന് പോയി വരുമ്പോ വാങ്ങിത്തരാം. സാധനം എങ്ങനെയുണ്ട്? സൂപ്പർ. ഒരു ബോട്ടിൽ 8000 രൂപ. നോ ബാർഗിങ്. കൊടുക്കടാ, ഞങ്ങളെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ. കൊടു. ഇത് 3000 ഉണ്ട്. ബാക്കി സാധനം തന്നിട്ട്. ഓക്കെ സാർ. ഓക്കെ. ഞങ്ങളുടെ ജീവിതത്തിന്റെ സുഗന്ധാണ് ആ പോണത്. എത്തുന്നല്ലോ. നിങ്ങൾ ആരും പെണ്ണ് കെട്ടരുത്. പെണ്ണ് കെട്ടി എല്ലാവരുടെയും ജീവിതം നായ ഓടിച്ചിട്ട് നക്കും. അതിലിപ്പോ ആരാ നക്കിയത്? എന്റെ ഈ ശരീരത്തിൽ 1 ഇഞ്ച് സ്ഥലം പോലും നക്കാനായിട്ട്. ഇവിടെ മരുന്നിന് പോലും പെണ്ണെ കിട്ടാതിരിക്കുമ്പോഴാണ് ബോസ് 2 കിട്ടിയത്. ഇതെങ്ങനെ ശരിയാവും? കെട്ടിയ കാര്യത്തെ പറ്റി പറയരുതിട്ടാ. അതെന്താ ബോസേ? അതൊരു കഥയാ മക്കളെ. വരാത്ത എന്താണ്? മോശം. ഹലോ, അയ്യോ, പാലെടുക്കാൻ മറന്നുപോയേ. ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാവേ. തുടക്കം തന്നെ പാളിയല്ല. പാല് മുല്ലപ്പോയി നോക്കിയ സമയം എങ്ങനെ അറിയാനാ? 5 മിനിറ്റ് കഴിഞ്ഞേ. ഡ്രസ്സൊക്കെ മാറി. എന്നെക്കാലത്ത് എടുക്കുവാണല്ലേ. ഇതെന്താ ഇവിടെ നാണം കൊണ്ട് റൂം മാറി പോവാ. വന്നേ, കിടക്കവിടെ. എന്തിനാണ് കരയണത്? ഇതാണ് ഫസ്റ്റ് നൈറ്റ്. കരച്ചിനെടുത്തിട്ട് ആപ്പിളൊക്കെ എടുത്ത് തിന്നാൻ നോക്ക്. അതെ, ഇതെന്താണ് സിനിമയിലെ പോലെ ശല്യം ചെയ്യാൻ വന്നിരുന്നു? വാ.
പറ്റി മോളെ? സത്യമായിട്ടും ഇന്ദു ആന്ന് കരുതിയിട്ടാ. നിനക്കെങ്കിലും വാ തുറന്നു പറഞ്ഞുകൂടായിരുന്നു നീ ഇന്ദു അല്ലാന്ന്. അതെ. അതിന് വാ തുറക്കാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ആദ്യം ഞാൻ വാ പൊത്തിയത്, പിന്നെ വിട്ടായിരുന്നു. ഞാൻ ചേട്ടന് കൊടുക്കാനുള്ള പാലെടുക്കാൻ വേണ്ടി പോയതാ. ഒരു 5 മിനിറ്റ് അല്ലേ ആയുള്ളൂ ഞാൻ പോയിട്ട്. അതെ, വേറെ 5 മിനിറ്റ്. എന്നാലും എന്റെ അളിയാ ഇത്ര ആക്രമണം വേണ്ടായിരുന്നു. ബോസേ, എന്നാലും 2 ഭാര്യമാരുള്ള ഒരു രസമല്ലേ? എന്ത് രസം? ഒരു രസവും ഇല്ല. രണ്ടിന്റെ മോന്ത ഒരുപോലെ ഇരിക്കണത്. അയ്യോ, ദേവന്നാ മരം കുത്തി. അതാര് ബോസേ? അതാണ് ഈ പറഞ്ഞ അളിയൻ. അതെ, അവൻ വന്ന് ചോദിച്ചു, ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. എന്റെ അളിയൻ? പൊളിയാണല്ലോ. എന്റെ പൊന്നെണ്ണ നമ്മുടെ ഡാൻസ് തെറ്റിക്കലാണ. ഇതാണ് ഡാൻസ്. നിനക്കൊക്കെ വല്ല സർക്കസിലും പോയിക്കൂടാ. മനുഷ്യന് എൻജോയ് വന്നപ്പോഴേക്കും വെറുതെ ഗിറ്റാർ അടിച്ചോളാം നിനക്ക്. എന്തിയാടാ നിർത്തിയ എന്തിയെ? ബോസേ, പുതിയ സ്പ്രേ ഒക്കെ അടിച്ചാ? നല്ല മണം വരുന്നുണ്ടല്ലോ. നന്നായിട്ട് ഇളകിയങ്ങോട്ട് കളിക്കുക. അവിടെ ചെന്ന് പൊളിക്കാനുള്ളതാ. കളിയടാ. പറഞ്ഞ പോലെ നല്ല മണമുണ്ടല്ലോ. നിങ്ങൾ ഡാൻസ് പൊളിക്ക്, ഞാൻ ഡ്രംസ് പൊളിക്കാം. ബംഗാളിയുടെ ഗുളിക വലിച്ചിട്ടാ. ആണാ? ഈശ്വരാ, ഇനി ശുദ്ധമായി ശ്വസിക്കാലോ. എടാ, ഇതിനുള്ള ചെലവേ ഞങ്ങളുടെ വകയുണ്ട് ഇട്ടാ. ശരിയടാ. താങ്ക് യുടാ. മണി, എടാ മണി, എഴുന്നേക്കണം. എന്തോ ഉറക്കത്തിൽ നടക്കണം. അയ്യോ, അറിയില്ല അറിയില്ല. നിനക്ക് ഭ്രാന്തട്ടോ? ഉറങ്ങിക്കിടക്കണവനെ ഇറങ്ങിയോല്ല നോക്കണ. എത്ര പ്രാവശ്യമായി ഞാൻ വിളിക്കണു. നിനക്കെന്താ വെള്ളം വേണോ? അല്ലടാ, ഉറങ്ങാൻ പറ്റുന്നില്ല. ആ, ഞാനാണ് മരുന്ന് കഴിച്ചപ്പോ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിപ്പോയി. കണ്ണടച്ച അവളാടാ മനസ്സിൽ. ദൈവമേ, കണ്ണു കാണാത്ത നിന്റെ മനസ്സിൽ അവളുടെ ഏത് മുഖോടെ ഉള്ളത്? കല്യാണിയെ കുറെ നേരമായി ഞാൻ വിളിക്കുന്നു, അവള് ഫോൺ എടുക്കുന്നില്ലടാ. ഫോൺ വല്ല സ്വിച്ച് ഓഫ് ആയിരിക്കും. നമുക്ക് അവിടെ ഇരുന്ന് പോയാലോ മണി? എവിടെ? കല്യാണ്ട് വീട്ടിലോട്ടാ? ആ, നിനക്കത് പ്രാന്തായ? എന്റെ ദേവ, എനിക്ക് വയ്യ ഈ പാതിരാത്രിക്ക് എന്നിട്ട് അവളുടെ ഇടിയൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളാൻ. നീ കണ്ടതല്ലേ കല്യാണം മുടങ്ങി അന്നത്തെ അയാളുടെ പെർഫോമൻസ്. ഇനി ഈ സമയത്ത് അവിടെ ചെന്ന് കയറിയാലും നിനക്ക് അവളെയും കാണാൻ പറ്റില്ല, അവക്ക് നിന്നെയും കാണാൻ പറ്റില്ല. പിന്നെ എന്തിനാ? പറ്റും, എനിക്ക് കാണാൻ പറ്റും. നീ എന്റെ കൂടെ ഇപ്പൊ വരണം മണി. എന്തായാലും ഒറ്റ കയ്യിലുള്ള ഞാനില്ല. ഞാൻ ആ മാമൂട്ടിനെ ഒന്ന് വിളിക്കാം. എടാ മാമൂട്ടി, നീ ആ ബോസിനെ കൂടി എത്രയും പെട്ടെന്ന് നിങ്ങൾ വാ. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. വാ. എന്തൊക്കെയാവോ എന്തോ.